ആലപ്പുഴയെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. മണിക്കൂറുകൾക്കിടയിൽ ഉണ്ടായിരുന്ന രണ്ട് കൊലപാതകങ്ങൾ. SDP നേതാവ് ഷാൻ കൊല്ലപ്പെട്ട് മണിക്കൂറുകൾക്കകം തന്നെയാണ് BJP സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയത്. ഇപ്പോൾ വിധി പ്രസ്താവം തുടങ്ങിയിരിക്കുന്നു. 15 പേരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഷൈജു, എന്താണ് കോടതി പറയുന്നത്? കോടതി നടപടിക്രമങ്ങൾ ആരംഭിച്ചു. കോടതി വിധി പറഞ്ഞു തുടങ്ങി എന്നാണ് നമുക്കിപ്പോൾ കോടതിക്കകത്ത് നിന്ന് ലഭിക്കുന്ന വിവരം. 15 പ്രതികളാണ് ഉള്ളത്. ഇതിൽ 13 ആളുകളും കൃത്യത്തിൽ നേരിട്ട് ബന്ധമുള്ളവരാണ്. ഈ 13 പ്രതികൾ, അതിനുശേഷം 2 പ്രതികൾ അവർ ഗൂഢാലോചനയിൽ നേരിട്ട് പങ്കാളികളായി. ഈ 15 ആളുകളും കുറ്റക്കാരാണ് എന്നൊരു വിവരമാണ് ഇപ്പോൾ ശ്രീദേവി വിധിയുടെ തുടക്കത്തിൽ വായിച്ചിരിക്കുന്നത്. കോടതി സംബന്ധിച്ച നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് നൽകാൻ കഴിയും. 15 പേരും കുറ്റക്കാരാണ് എന്നാണ്. ഇവർ ഏതൊക്കെ അർത്ഥത്തിലാണ് ഇവരുടെ കുറ്റം രേഖപ്പെടുത്തിയിട്ടുള്ളതും അത് പരിഗണിച്ചിട്ടുള്ളതും എന്നാണ് ഇനി അറിയേണ്ടത്. അതടക്കമുള്ള കാര്യങ്ങളാകും ഇന്ന് പറയുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും 15 ആളുകളും കുറ്റക്കാരാണെന്ന് ഇപ്പോൾ കോടതി വിധി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അജിംസ്. ശരി, ആലപ്പുഴ രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലക്കേസിൽ വിധി പ്രസ്താവം തുടങ്ങിയിരിക്കുന്നു. 15 പ്രതികളാണ് കേസിലുള്ളത്. അതിൽ 13 പേർ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ബാക്കി 2 പേർ ഗൂഢാലോചനയിലും പ്രതികളാണ് എന്നാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. വിധി പ്രസ്താവം നടത്തുകയാണ്. ഏതായാലും ശിക്ഷാവിധി ഒന്നും ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. ശിക്ഷാവിധി മറ്റൊരു ദിവസത്തേക്കാണോ മാറ്റിവെക്കുക എന്ന് നമുക്കറിയില്ല. അപ്പോൾ പ്രതികളെ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. 2 കേസുകളിലും രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലും ഷാൻ വധക്കേസിലും 2022 തന്നെ കുറ്റപത്രം നൽകിയിരുന്നു. 2021 ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഏതായാലും 2024 ജനുവരി ആകുമ്പോഴേക്കും ഇതിൽ വിചാരണ നടപടികൾ നടക്കുകയാണ്. എന്തായാലും ഷാൻ വധക്കേസിൽ വിചാരണ ഇനിയും തുടങ്ങിയിട്ടില്ല. അതിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ കഴിഞ്ഞ ആഴ്ചയാണ് നിയോഗിച്ചത്. ഏതായാലും രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ 15 പ്രതികളും കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഷൈജു വീണ്ടും ചേരുന്നു. ഷൈജു, ഈ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് വിധി പ്രസ്താവത്തിൽ പറയുന്നത്? അജിംസെ, അതായത് 15 പ്രതികളും കുറ്റക്കാരാണ്. 1 മുതൽ 12 വരെയുള്ള പ്രതികൾ നേരിട്ട് കൊലപാതകത്തിലും ഗൂഢാലോചനയിലും പങ്കെടുത്തു എന്നതാണ്. 1 മുതൽ 12 വരെയുള്ള പ്രതികൾ നേരിട്ട് കൊലപാതകത്തിലും ഗൂഢാലോചനയിലും പങ്കെടുത്തു. 13 മുതൽ 15 വരെയുള്ള പ്രതികൾ കുറ്റവാളികൾക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്തു എന്നാണ് ഇപ്പോൾ വിധി പ്രസ്താവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രീദേവി പറയുന്നത്. അതിൽ 15 പ്രതികളും കുറ്റക്കാരാണ്. 1 മുതൽ 12 വരെയുള്ള പ്രതികൾ നേരിട്ട് കൊലപാതകത്തിലും ഗൂഢാലോചനയിലും പങ്കെടുത്തു. ഒരേപോലെ ഈ ഗൂഢാലോചന നടത്തുന്നതിൽ ഈ പ്രതികൾക്ക് കൂടി, നേരിട്ട് കൊലപാതകത്തിൽ പങ്കെടുത്തവർക്ക് കൂടി ഈ ഗൂഢാലോചനയിൽ പങ്കാളിത്തമുണ്ട്. അവർ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങളാണ് പങ്കാളിത്തം വഹിച്ചിരിക്കുന്നത്. 13 മുതൽ 15 വരെ, അതായത് 13, 14, 15 3 പ്രതികൾ അവർ ഈ ഗൂഢാലോചനയിലാണ് പങ്കെടുത്തിരിക്കുന്നത്. ഗൂഢാലോചന പങ്കെടുക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, അവർ ചെയ്തിരിക്കുന്നത് ഇവർക്ക് ഗൂഢാലോചന നടത്തുക മാത്രമല്ല അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കോടതി കണ്ടെത്തിയിരിക്കുന്നു. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് കൊലക്കുറ്റം 302 വകുപ്പ് അനുസരിച്ചാണ് ഇപ്പോൾ കോടതി അവരുടെ കുറ്റം എഴുതിയിരിക്കുന്നത്. ബാക്കി 7 പ്രതികൾ ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തവർ. ശിക്ഷയുടെ മേൽ പ്രോസിക്യൂഷൻ വാദം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് ഇപ്പോൾ കോടതിയിൽ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അജിംസ, അതായത് 15 പ്രതികളും കുറ്റക്കാരാണ്. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് 302 IPC 302 എന്ന കുറ്റം ചുമത്തിയിരിക്കുന്നു. ഇവർക്ക് കൊലക്കുറ്റം ആണ് ഈ ചുമത്തിയിരിക്കുന്നത്. ബാക്കി 7 പ്രതികൾ ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കാളികളാണ് എന്നും ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നു. അക്കാര്യമാണ് കോടതി ഇപ്പോൾ വിധി പ്രസ്താവത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത്. അജിംസ്. ശരി, എന്തായാലും 15 പ്രതികളാണ് ഈ കേസിലുണ്ടായിരുന്നത്. അതിൽ 12 പേർ ഡയറക്റ്റ് ഈ കൊലപാതകത്തിൽ പങ്കെടുത്തു എന്നാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. ബാക്കി 3 പേർ ഗൂഢാലോചനയിലും പങ്കെടുത്തിട്ടുണ്ട്. 15 പേർക്കെതിരായിട്ടുള്ള കുറ്റക്കാരാണെന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിട്ടുള്ളത്. കോമളപുരം സ്വദേശി നൈസാം ആണ് ഈ കേസിലെ 1-ാം പ്രതി. മറ്റു പ്രതികൾ മണ്ണഞ്ചേരി സ്വദേശി അജ്മൽ, വട്ടയാൽ സ്വദേശി അനൂപ്, ആര്യാട് തെക്ക് സ്വദേശി മുഹമ്മദ് അസ്ലം, പൊന്നാട് സ്വദേശി അബ്ദുൽ കലാം, മണ്ണഞ്ചേരി സ്വദേശി അബ്ദുൽ കലാം, മുല്ലാത്ത് സ്വദേശി സഫറുദ്ദീൻ സലീം, മണ്ണഞ്ചേരി സ്വദേശി മൻഷാദ്, ഇരവുകാട് സ്വദേശി ജസീബ്, കല്ലുപ്പാലം സ്വദേശി നവാസ്, അവലുകുന്ന് സ്വദേശി ഷമീർ, ആര്യാട് വടക്ക് സ്വദേശി നസീർ എന്നിവരാണ് ഈ 15 പ്രതികൾ. അപ്പോൾ ഈ 15 പ്രതികളും കേസിൽ കുറ്റക്കാരാണ് എന്ന് പോലീസിന്റെ കണ്ടെത്തൽ കോടതി ശരിവച്ചിരിക്കുകയാണ്. 12 പേർ ഡയറക്റ്റ് ആക്ഷനിലും ബാക്കി 3 പേർ ഗൂഢാലോചനയിലും പങ്കാളികളാണ് എന്നാണ് പറഞ്ഞത്. വിധി പറയുന്നത് മാവേലിക്കര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ്.
ആലപ്പുഴയിൽ നിന്ന് കേസ് മാറ്റണമെന്ന ആവശ്യത്തെ തുടർന്നാണ് മാവേലിക്കരയിലേക്ക് ഇത് കേസ് മാറ്റിയിട്ടുള്ളത്. ഈ കേസിന്റെ വിധി പ്രസ്താവത്തെ തുടർന്ന് ആലപ്പുഴയിലും മാവേലിക്കരയിലും കനത്ത പോലീസ് സുരക്ഷയാണ് എന്നാണ് യു ഷൈജു റിപ്പോർട്ട് ചെയ്യുന്നത്.